ഹലോ, നമ്മളിന്ന് ഇന്നലെ നമ്മൾ റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടും കൂടി ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ചെയ്ത് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ക്ലെയിം എല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം അസറ്റ് റിയലൈസ് ചെയ്തതിൽ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് റിസീവർ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും? ലിക്വിഡേറ്ററിന് ഹാൻഡ് ഓവർ ചെയ്യും. നമ്മൾ ഇന്നലെ ഫൈനലി റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് നിർത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ സർപ്ലസ് ഹാൻഡ് ഓവർ ടു ലിക്വിഡേറ്റർ 3,76,500 എന്ന് പറഞ്ഞാണ്. ഇനി നമ്മളത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ് ഹെഡിങ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, റെസിപ്റ്റ് സൈഡ് ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്, പേയ്മെൻറ്റ് സൈഡ് ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം എഴുതുന്നത് സർപ്ലസ് ഹാൻഡഡ് ഓവർ ബൈ റിസീവർ എന്നാണ്. പിന്നെ നമ്മൾ നോർമലി എഴുതുന്ന പോലെ തന്നെ എന്തൊക്കെയാണോ നമുക്ക് റിസീവ് ചെയ്തത്, എന്തൊക്കെ അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ ക്യാഷ് കിട്ടി, അത് നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എഴുതുന്നു. എന്തൊക്കെ പേയ്മെൻറ്റ്സ് നമ്മൾ അല്ലെങ്കിൽ ലിക്വിഡേറ്റർ നടത്തിയോ അതെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അസറ്റ് റിയലൈസ് ചെയ്തു, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആർക്ക് കൊടുത്തേക്കുമായിരുന്നു? റിസീവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. റിസീവർ അത് റിയലൈസ് ചെയ്തു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. പിന്നുള്ള ഒരു അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺട്രി കറണ്ട് അസറ്റ്സ് ആണ്. സൺട്രി കറണ്ട് അസറ്റ്സ് നമ്മൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത് തന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 7,90,000 ആണ്. ഓക്കെ, അതിൽ 7,90,000 സൺട്രി കറണ്ട് അസറ്റ്സിൽ 4,80,000 ആരെടുത്തു? റിസീവർ എടുത്തു. റിസീവർ എടുത്തിട്ട് അത് റിയലൈസ് ചെയ്തപ്പോൾ 4 ലക്ഷം കിട്ടി. പിന്നെ വരുന്ന ബാക്കി 3,10,000-ൻ്റെ സൺട്രി കറണ്ട് അസറ്റ് ലിക്വിഡേറ്റർ ആണ് ടേക്ക് ഓവർ ചെയ്തത്, റിയലൈസ് ചെയ്തത്. അപ്പോൾ റിയലൈസ് ചെയ്തപ്പോൾ 3,10,000-ൻ്റെ അസറ്റ് കളക്ട് ചെയ്തു, പക്ഷെ റിയലൈസ് ചെയ്തപ്പോൾ എത്രയേ കിട്ടിയുള്ളൂ? 2 lakh rupees കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സൺട്രി അസറ്റ്സ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞ റെസിപ്റ്റ് സൈഡിൽ എഴുതും. സൺട്രി അസറ്റ്സ് റിയലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ റിയലൈസ് ചെയ്തപ്പോൾ എത്ര എമൗണ്ടാണ് കിട്ടിയത്? 3,10,000 രൂപയുടെ അസറ്റ്, ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് കിട്ടിയപ്പോൾ 2 ലക്ഷം കിട്ടി. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് സൈഡിൽ 2 ലക്ഷം രൂപ കിട്ടിയെന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്ക് വേറെ അസറ്റ് റിയലൈസ് ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, സൺട്രി കറണ്ട് അസറ്റ്സ് ഉണ്ട്, 2 അസറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 അസറ്റും നമ്മൾ എന്ത് ചെയ്തു? റിയലൈസ് ചെയ്തു. റിയലൈസ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് റിസീവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എഴുതി, രണ്ടാമത്തത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എഴുതി. ഇനി നമ്മൾക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ മണിയാണ്. അത് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പേയ്മെൻറ്റ്സ് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പേയ്മെൻറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആണ് എഴുതേണ്ടത്. ഇവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് ഇൻകേർഡ് ബൈ റിസീവർ ₹4,000 ആൻഡ് ബൈ ലിക്വിഡേറ്റർ ₹5,600 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിസീവറിൻ്റെ ഓൾറെഡി റിസീവർ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനിയിപ്പോൾ ലിക്വിഡേറ്ററിൻ്റെ കയ്യിൽ എത്ര ചിലവായി ലിക്വിഡേഷൻ എക്സ്പെൻസിന്? അത് ഇവിടെ 5,600 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലിക്വിഡേഷൻ എക്സ്പെൻസസ് പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് ലിക്വിഡേഷൻ എക്സ്പെൻസസ് എഴുതാം. നമ്മൾക്ക് ഇവിടെ തന്നേക്കുന്ന 5,600 rupees-ആണ്. ഓക്കെ, 5,600 rupees-ആണ് നമ്മൾക്ക് ചിലവായിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്ത നെക്സ്റ്റ് കൊടുക്കേണ്ടത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ്. ഓക്കെ, ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ്റെ കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ 3% കൊടുക്കാനാണ്. The liquidator was to receive 3% fee on the value of assets realized by him. അപ്പോൾ ലിക്വിഡേറ്റർ റിയലൈസ് ചെയ്തതിൻ്റെ, റിസീവറും ലിക്വിഡേറ്ററും രണ്ട് ആളുകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡേറ്റർ എത്ര അസറ്റാണോ റിയലൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 3%. ലിക്വിഡേറ്റർ ആയിക്കൂടി എത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ? 2 lakh മാത്രമേ റിയലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 2 lakh-ൻ്റെ സൺട്രി കറണ്ട് അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ 3% എന്ന് പറയുമ്പോൾ നമുക്ക് 6,000 rupees ആണ്. ഓക്കെ, 6,000 rupees ആണ് നമ്മൾക്ക് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾക്ക് കൊടുക്കേണ്ട പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇവിടെ ആരാ? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഡ്യൂ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആയിക്കൂടി ഉള്ളത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് 2 അസസ്മെൻറ്റ് ഇയറിൻ്റെ ഉണ്ട്. ഒന്ന് 17-18 അസസ്മെൻറ്റ് ഇയറും, 18-19 അസസ്മെൻറ്റ് ഇയറും. അപ്പോൾ 42,000 ആൻഡ് ഒരു 10,000 വന്നേക്കുന്നത്. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് നമുക്ക് 52,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. കൂടാതെ നമ്മൾക്ക് വേറെ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ഒരു മോർഗേജ് ലോൺ. അതായത് മോർഗേജ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ചാർജ് ഉള്ളതാണ്. അപ്പോൾ മോർഗേജ് ലോൺ നമ്മൾ അടുത്ത പേ ചെയ്യണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉള്ള മോർഗേജ് ലോൺ. മോർഗേജ് ലോൺ എത്രയാണ് തന്നേക്കുന്നത്? നമുക്ക് എക്സ്ട്രാക്റ്റിൽ നോക്കിയാൽ അറിയാം 1,60,000-ന് മോർഗേജ് ലോൺ ഉണ്ട്. അപ്പോൾ നമ്മളത്
പേ ചെയ്യുക 1,60,000. ഓക്കെ, ഇനി നമ്മൾക്ക് തന്നേക്കുന്നത് നമ്മൾ ഇൻകം ടാക്സ് കൊടുത്തു, മോർഗേജ് ലോൺ കൊടുത്തു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിസീവർ സെറ്റിൽ ചെയ്തു. ഇനിയുള്ളത് നമ്മൾക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? ട്രേഡ് ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, അവരൊക്കെയാണ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് വരുന്നത്. നോർമലി സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒരു ട്രേഡ് ക്രെഡിറ്റേഴ്സിനെ തന്നേക്കുന്നത് 64,000 റുപ്പീസ് ആണ്. അപ്പോൾ അത് നമ്മൾ അവർക്ക് പേ ചെയ്യണം. കൂടാതെ ഇനി നമ്മൾക്ക് ഒരു അൺസെക്യൂർഡ് ഇതും കൂടി ഉണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എക്സ്ട്രാക്റ്റ് പറഞ്ഞേക്കുന്നത് 60,000 ഉണ്ട്. കൂടാതെ നമ്മൾക്കൊരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. നോട്ട്സിൽ നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് നോക്കിയാൽ കാണാം. The bank overdraft was secured by a personal guarantee of 2 of the directors of the company, and on bank raising a demand, the director paid off the dues from their own personal resources. അപ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് രണ്ട് ഡയറക്ടേഴ്സ് അവരുടെ പേഴ്സണൽ റിസോഴ്സസിൽ നിന്ന് എടുത്തു കൊടുത്തത്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം? അത് ഡയറക്ടേഴ്സിന് തിരിച്ചു കൊടുക്കണം, അതായത് ലിക്വിഡേറ്റർ. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡയറക്ടേഴ്സ്, പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡയറക്ടേഴ്സ് എന്തിൻ്റെ ബേസിലാണ്? ബാങ്ക് ഓവർഡ്രാഫ്റ്റിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ബാങ്ക് ഓടി എത്രയായിരുന്നു? 60,000 രൂപയാണ് ഡയറക്ടേഴ്സ് കൊടുത്ത്. അത് ലിക്വിഡേറ്റർ ആർക്ക് കൊടുക്കണം? ഡയറക്ടേഴ്സിന് കൊടുക്കണം. ഇനി നമ്മൾക്ക് പ്രിഫറൻസ് ഷെയർസ് ആണ്. പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മളുടെ പ്രോബ്ലത്തിൽ ഫുള്ളി പെയ്ഡ് ആണ്, അൺകോൾഡ് ഒന്നുമില്ല. അപ്പോൾ അത് 2 lakh. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് നോക്കിയാൽ അറിയാം, അഡീഷണൽ ഇൻഫർമേഷനിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോട്ട് ബീൻ പെയ്ഡ് ഡിവിഡൻഡ് ഫോർ ദ പീരിയഡ് ആഫ്റ്റർ 30th September 2017 ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ ലാസ്റ്റ് ഹാഫ് ഇയർ വാസ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ സെറ്റിൽ ചെയ്തു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 വർഷമായിട്ട് എന്ത് കൊടുത്തിട്ടില്ല? ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പേയ്മെൻറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള 2 lakhും കൂടാതെ ഡിവിഡൻഡ് 2 വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് നോക്കിയാൽ അറിയാം 12% ആണ്. അപ്പോൾ 2 lakhിൻ്റെ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000. അപ്പോൾ ഒരു വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000 ആണ്. അപ്പോൾ 2 വർഷത്തെ വരുമ്പോൾ 48,000 വരും. ഓക്കെ, അപ്പോൾ 48,000 ടോട്ടൽ നമ്മളിപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര കൊടുക്കാനുള്ളത്? 2,48,000. ഇനി നമ്മൾക്ക് കൊടുക്കാനുള്ളത് ഇനി നമ്മൾക്ക് കൊടുക്കാനാണോ അതെ നമുക്ക് കളക്ട് ചെയ്യാനാണോ എന്നറിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ട്സിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് നോട്ട് ഫോം സ്റ്റാർട്ട് ചെയ്യാം. വർക്കിംഗ് നോട്ട്സിൽ നമ്മൾ എന്തായിരുന്നു നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബിഫോർ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് ബിഫോർ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ, എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ ലിക്വിഡേറ്റർക്ക് എത്ര പേയ്മെൻറ്റ് നടത്തേണ്ടി വന്നു അതിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ലിക്വിഡേഷൻ എക്സ്പെൻസ് 5,600 ഉണ്ട്. പിന്നെ 6,000 രൂപ ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഉണ്ട്. 52,000 രൂപ ഇൻകം ടാക്സ് പേ ചെയ്തതിൻ്റെ ഉണ്ട്. 1,60,000 രൂപ മോർഗേജ് ലോൺ പേ ചെയ്തു. 64,000 രൂപ ട്രേഡ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. 60,000 രൂപ ഡയറക്ടേഴ്സിന് പേ ചെയ്തു. കൂടാതെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ 2,48,000 കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് വന്നേക്കുന്നത് 5,95,600 റുപ്പീസാണ് ടോട്ടൽ പേയ്മെൻറ്റ് വന്നേക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ട എത്രയാണ് റെസിപ്റ്റ് വന്നത്? ടോട്ടൽ റെസിപ്റ്റ്സ് ബിഫോർ മേക്കിംഗ് കോൾസ് വിളിക്കുന്നതിന് മുന്നേ, അൺപെയ്ഡ് കോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിക്കുന്നതിന് മുന്നേ എത്ര റെസിപ്റ്റ് കിട്ടിയോ അതിൻ്റെ ടോട്ടലും കൂടി നമ്മൾ എടുക്കുക. ഓക്കെ, ഇവിടെ കൂടി എത്രയേ ഉള്ളൂ? 2 കാര്യങ്ങളേ ഉള്ളൂ. 3,76,500 അതായത് സർപ്ലസ് റിസീവർ ഹാൻഡ് ഓവർ ചെയ്തതും കൂടാതെ ഒരു 2 lakh റുപ്പീസ് സൺട്രി അസറ്റ്സ് റിയലൈസ് ചെയ്തതിൻ്റെ. അപ്പോൾ 5,76,500 കിട്ടി. അപ്പോൾ ഇവിടെ 5,95,600 നമുക്ക് പേ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ആർക്കും എത്രയേ ഉള്ളൂ? ക്യാഷ് റെസിപ്റ്റ് എത്രയേ ഉള്ളൂ? 5,76,500. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19,100 വരും. ഓക്കെ, 19,100 ഡെഫിഷ്യൻസി ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രാക്കറ്റിൽ ഇടുകയാണ് ഡെഫിഷ്യൻസി.
ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇത്രയും 19,100 രൂപ നമുക്ക് ഡെഫിഷ്യൻസി ആണ് അല്ലേ? നമുക്ക് അത്രയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പേയ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അൺപെയ്ഡ് കോൾസ് എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. ഓക്കെ, കോൾസ് ടു ബി മെയ്ഡ്. കോൾസ് ടു ബി മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഒന്ന് 20,000 ഇക്വിറ്റി ഷെയർസ് ഫുള്ളി പെയ്ഡ് ആണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 പാർട്ട്ലി പെയ്ഡ് ആണ്. 7,000 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2,000 രൂപ ഇടണം. അപ്പോൾ കോൾസ് ടു ബി മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഇൻറ്റു എത്ര ഓരോ കോളിൻ്റെ 10 രൂപയുടെ ഷെയർ ആണ്, 7,000 രൂപ കിട്ടി, ബാക്കി 2,000 രൂപ. ഓക്കെ, അങ്ങനെ 25,000 റുപ്പീസ് നമുക്ക് കിട്ടും. അപ്പോൾ എത്ര വരും? അപ്പോൾ സർപ്ലസ് ആവും അല്ലേ? നമ്മൾക്ക് 19,100 രൂപ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. കൂടാതെ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ സർപ്ലസ് വരുന്നത് 5,900 റുപ്പീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സർപ്ലസ് കിട്ടി. നമുക്ക് സർപ്ലസ് പെർ ഇക്വിറ്റി ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. സർപ്ലസ് പെർ ഇക്വിറ്റി ഷെയർ. ഓക്കെ, എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? 20,000-ൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, 10,000-ൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 30,000-ൻ്റെ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ ഓരോ ഷെയറിനെയും കാണാൻ സർപ്ലസ്, ടോട്ടൽ സർപ്ലസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ 30,000 ആണ്. 30,000 എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 പ്ലസ് 10,000 ഷെയർസ്. ഓക്കെ, അപ്പോൾ 5,900 ഡിവൈഡഡ് ബൈ 30,000 വരുമ്പോൾ 0.196666 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾക്കപ്പോൾ അത് റൗണ്ട് ഓഫ് ചെയ്ത് 0.2 ആക്കാം, നിയറസ്റ്റ് മൾട്ടിപ്പിളിലേക്ക് ആക്കാം നമുക്ക്. ഓക്കെ, ഒരു കൂട്ടി നമ്മൾക്ക് 0.20 ആക്കാം. അങ്ങനെ 0.20 ആക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡെസിമലിൻ്റെ ഒരു ഡിഫറൻസ്, ടാലി ആവണമെന്ന് പറഞ്ഞല്ലോ ലിക്വിഡേറ്റഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, ചിലപ്പോൾ ടാലി ആവില്ല. അപ്പോൾ കോൾ റിസീവ് ചെയ്തതിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇക്വിറ്റി ഷെയർസോ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിലോ ആ എക്സ്ട്രാ വരുന്ന ഡിഫറൻസ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ സർപ്ലസ് പെർ ഇക്വിറ്റി ഷെയർ 20 രൂപയാണ്. അപ്പോൾ 20 പൈസയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ 20,000 ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര വെച്ച് കൊടുക്കണം? 20,000 ഷെയറിന് സർപ്ലസ് ആയിട്ട് 0.2 രൂപ, അതായത് 20 പൈസ വെച്ച് കൊടുക്കണം. 20,000 ഇൻറ്റു 0.2 എന്ന് പറയുമ്പോൾ 4,000 റുപ്പീസ് അവർക്ക് പേ ചെയ്യണം. ഓക്കെ, ഇവർക്ക് പേ ചെയ്യണം, ടു ബി പെയ്ഡ് ആണ്. ഇനി ബാക്കി 10,000 അൺപെയ്ഡ് കോൾസ് ഉണ്ട് അല്ലേ? 10,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 2,500 രൂപ വെച്ച് കിട്ടാണ്ട്. അപ്പോൾ നമുക്ക് 2,500 രൂപ മുഴുവൻ മേടിക്കണോ? വേണ്ട, 2,500 രൂപ കിട്ടേണ്ടതായിരുന്നു. സർപ്ലസ് ഒരു 20 പൈസ ഉണ്ട്. അപ്പോൾ 2.5 മൈനസ് 0.20, അതായത് 20 പൈസ. 2,500 രൂപയിൽ നിന്ന് 20 പൈസ കുറച്ച് കഴിഞ്ഞാൽ 2.30. ഇത്രയും നമുക്ക് എന്ത് ചെയ്താൽ മതി? കോൾ ചെയ്താൽ മതി. അപ്പോൾ 10,000 ഇൻറ്റു 2.3 എന്ന് പറയുമ്പോൾ 23,000 ആണ് നമ്മൾക്ക് ടു ബി കളക്റ്റഡ്. ആരുടെ കയ്യിൽ നിന്ന്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് 4,000 രൂപ തിരിച്ചു കൊടുക്കണം. 20,000 ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണം. 23,000 രൂപ നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ പാർട്ട്ലി പെയ്ഡുകാരിൽ നിന്ന് കളക്ട് ചെയ്യണം, റിസീപ്റ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കളക്ഷൻ ആദ്യം റിസീപ്റ്റ് നോക്കാം. ഓക്കെ, കോൾസ് മെയ്ഡ് ഫ്രം 10,000 ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അപ്പോൾ 10,000 ഇൻറ്റു 2,500 രൂപയായിരുന്നു വേണ്ട, പക്ഷെ സർപ്ലസ് 20 പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ 2.30 വെച്ചേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 2 രൂപ 30 പൈസ വെച്ച് കളക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 23,000 നമ്മൾ കളക്ട് ചെയ്തു. ഇനി പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. 20,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് എത്രയാ? 4,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? 4,000 റുപ്പീസ് എന്ന് കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടാലി ആയോന്ന് നോക്കാം. ചിലപ്പോൾ ടാലി ആവാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് 3,76,000 റെസിപ്റ്റ് സൈഡിൽ 3,76,500 പ്ലസ് 2 lakh പ്ലസ് 23,000 എത്ര കിട്ടി? 5,99,500 കിട്ടും നമുക്ക് ഇതിൻ്റെ ടോട്ടൽ. 5,99,500. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഞാൻ ഓരോന്ന് കുറച്ച് വെക്കുകയാണ്. 5,600 ലിക്വിഡേഷൻ എക്സ്പെൻസസ് കുറച്ചു, 6,000 റെമ്യൂണറേഷൻ കുറച്ചു, 52,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ടോട്ടലിൽ നിന്ന് കുറച്ചു, മൈനസ് 1,60,000 മോർഗേജ് ലോൺ കുറച്ചു, 64,000 ട്രേഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ടോട്ടലിൽ നിന്ന് കുറച്ചു, മൈനസ് 60,000 പേയ്മെൻറ്റ് ടു ഡയറക്ടേഴ്സിൻ്റെ ഇത് കൊടുത്തത് കുറച്ചു, 2,48,000 നമ്മൾ പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സിന് കുറച്ച് കൊടുത്തു,
ഇനി നമ്മൾക്ക് ബാലൻസ് ശരിക്കും 3900 വരുന്നത്. അപ്പോൾ ഒരു 100 രൂപയുടെ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ 4000 പകരം എന്താക്കും, 3900 ആക്കും. 3900 ആക്കിയാൽ നമുക്ക് ടാലി ആവുള്ളൂ. ആ ടാലി ആവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ 0.1966 റൗണ്ട് ഓഫ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 3900 ആക്കാം. ഇപ്പോൾ രണ്ട് സൈഡ് എത്ര കിട്ടും? 5 lakh. ഞാനിവിടെ മുകളിലാണ് എഴുതുന്നത് ടോട്ടൽ, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 5,99,500. രണ്ട് സൈഡിലും 5,99,500 കിട്ടും. ഓക്കെ, ഇതാണ് പ്രോബ്ലം. ഒന്ന് ചെയ്ത് നോക്കുക, തനിയെ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രമേ വീഡിയോ നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇതുപോലെ പ്രോബ്ലംസ് ഇനി ഇട്ട് തരാം വീഡിയോ ആയിട്ട്. കുറച്ച് പ്രോബ്ലംസും കൂടി ലിക്വിഡേഷൻ്റെ കേട്ടോ. താങ്ക് യു.